മതമൗലികവാദികളുടെ ഭീഷണിയെ തുടർന്ന് മലപ്പുറത്ത് ഇന്ന് നടത്തേണ്ടിയിരുന്ന കോയ കോളിംഗ് പരിപാടിയുടെ വാർഷികം മാറ്റിവെച്ചു. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ഭീഷണിയുണ്ടായിരുന്നു. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് കോയ കോളിംഗ് പരിപാടി. തിരൂർ CV ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ടിയിരുന്ന പരിപാടിയാണ് മാറ്റിവെച്ചത്. ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ശിവദാസ്, ഈ കോയ കോളിംഗ് പരിപാടി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണല്ലോ ആരിഫ് ഹുസൈനും കൂട്ടരും നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവാദ പരിപാടി മലപ്പുറത്തിന്റെ മണ്ണിൽ വേണ്ട എന്ന ഫത്വ ആരാണ് പുറപ്പെടുവിച്ചത്? ഈ ഭീഷണിക്ക് പിന്നിൽ ഏതെങ്കിലും സംഘടനകളാണോ? എന്താണ് ഇവരുടെ ഉദ്ദേശം? കൃത്യമായി ജിഹാദികളുടെ ഭീഷണി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംഘാടകരെ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു തിരൂരിൽ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. CV ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ പരിപാടി നടക്കേണ്ടിയിരുന്നത്. അതായത് NRCയുടെ 1ാം വാർഷിക പരിപാടി കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ കോയ കോളിംഗ് എന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഇതിനുണ്ട്. അതിൻ്റെ 1ാം വാർഷിക പരിപാടിയാണ്. അതായത് NRC എന്ന് പറയുമ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന പരിപാടിയാണ്. അതായത് സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈനാണ് അതിന് നേതൃത്വം നൽകുന്നത്. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഉത്തരം നൽകുന്നു. അതിന് ഗ്രാഫിക്സ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ അടക്കമുള്ള കൃത്യമായി തെളിവുകൾ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു പരിപാടിയാണ് കോയ കോളിംഗ്. ആ പരിപാടി ഇന്ന് നടക്കേണ്ടിയിരുന്നു. അതിന് കൃത്യമായി മറ്റ് അനുബന്ധ പരിപാടികളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. പക്ഷേ ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങളും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയുമാണ് ജിഹാദികളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർന്നത്. ആരിഫ് ഹുസൈൻ തിരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കാല് വെട്ടും എന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. തലയിൽ ഹെൽമറ്റ് വെച്ച് വേണം എത്താൻ, തിരൂരിൽ ആൺകുട്ടികൾ ഇല്ലേ തുടങ്ങിയ അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഭീഷണികൾ നിറയെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ. അതിന് ഈ ഓഡിറ്റോറിയം ഉടമയ്ക്കും അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി, വിശ്വാസ സമൂഹത്തെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി തിരൂരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയം ഉടമയ്ക്ക് അത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു.